ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സെയിൽ വീഡിയോ ആണിത്. അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതൊക്കെ പ്ലാൻസ് ആണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളതെന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ DTDC വഴി മാത്രമാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്നത്. അതുപോലെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റസ് വേരിഗേറ്റഡ് കോസ്റ്റസ് പ്ലാന്റ് ആണ്. ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഗ്രീനും വൈറ്റും ലീഫിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ബുഷി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള കോസ്റ്റസിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് റെഡ് ക്രീപ്പിംഗ് റോസ് ആണ്. ക്രീപ്പിംഗ് റോസിൻ്റെ റെഡ് കളർ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സെയിലിന് കൊണ്ടുവരുന്നത്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, ഇതുപോലെ കൊലയായിട്ട് പൂക്കൾ വിരിയും. വള്ളി റോസാണ്, അതുകൊണ്ട് തന്നെ വള്ളിയായിട്ട് നമുക്ക് പടർത്തിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുണ്ടായിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല നീളമുള്ള സ്റ്റെമ്മാണ് പ്ലാന്റ്സിന്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ക്രീപ്പിംഗ് റോസിൻ്റെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മെക്സിക്കൻ പെറ്റൂണിയയുടെ 2 കളേഴ്സാണ്. ആദ്യത്തേത് ഈ ഒരു വയലറ്റ് കളറ്. ഇത് ഡ്വാർഫായിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. ഒരുപാട് പൊക്കം വയ്ക്കാതെ ഇതുപോലെ തന്നെ നിൽക്കും. ഇത് പിങ്ക് കളറാണ്. ഈ 2 കളറുണ്ട് നമുക്ക് സെയിലിനായിട്ട്. വൈറ്റും ഉണ്ട്. വൈറ്റ് നമുക്ക് കുറച്ച് പ്ലാന്റേ ഉള്ള ആവശ്യമുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അടുത്ത പ്ലാന്റ് റിയോ ഗോൾഡൻ പ്ലാന്റ് ആണ്. റിയോയുടെ 2 കളറും നമുക്കിപ്പോൾ സ്റ്റോക്കുണ്ട്. റിയോ ഗോൾഡന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. രണ്ടാമത്തത് റിയോ പിങ്ക് ആണ്. ട്രൈ കളർ റിയോ എന്നും പറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് 20 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് സഫ്ലോറ പ്ലാന്റ് ആണ്. ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അതുപോലെ ഒരുപാട് സൺലൈറ്റ് ഒന്നും വേണ്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിലും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള സഫ്ലോറയുടെ പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് സിൽവർ ലേസ് ഫേൺ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് തന്നെ പൂട്ട് നിറഞ്ഞ് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ഫേൺ വെറൈറ്റിയാണ്. സിൽവർ ലേസ് ഫേൺ അല്ലെങ്കിൽ റിബൺ ഫേൺ എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീനും വൈറ്റും കൂടെ ചേർന്നാണ് ലീഫിൽ വരിക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത്. സിൽവർ ലേസ് ഫേണിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പുതിയ ലീഫൊക്കെ വരുമ്പോൾ ഇതുപോലൊരു മെറൂൺ കളറിലാണ് ലീഫ് വരിക. പിന്നീട് അത് ഗ്രീൻ കളറിലേക്ക് മാറും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇതുപോലെ പുതിയ ലീഫിലൊക്കെ നല്ലൊരു പ്രത്യേക കളറിലാണ് പ്ലാന്റ് നിൽക്കുക. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വെർബീന പ്ലാന്റ്സ് ആണ്. വെർബീനയുടെ 2 കളർ നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യത്തേത് ഈ ഒരു റെഡ് കളറാണ്. നല്ല ഭംഗിയാണ്. നല്ല ഡാർക്ക് റെഡ് കളറാണ്. അതുപോലെ നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ് വെർബീന പ്ലാന്റ്. അതുപോലെ നന്നായിട്ട് തന്നെ വെള്ളവും വേണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കുലകളായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വെർബീനയുടെ തന്നെ വയലറ്റ് കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇത് റെഡിനെ കഴിഞ്ഞും പൂക്കൾക്ക് കുറച്ച് വലുപ്പം കുറവായിരിക്കും. ചെറിയ ചെറിയ പൂക്കളാണ്. പക്ഷേ ഇത് നല്ല കൊലകളായിട്ട് തന്നെയാണ് പൂക്കൾ വിരിയുന്നത്. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി നിറഞ്ഞ് പടർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് വെർബീന പ്ലാന്റ്. അപ്പോൾ വയലറ്റിൻ്റെ ഒരു പ്ലാന്റ് സൈസ് ഇതാണ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരുന്നത്. ചില പ്ലാന്റ്സിലൊക്കെ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കി ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് അങ്ങനെ നോക്കി തന്നെ നമ്മൾ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരിക.
അടുത്ത പ്ലാന്റ് വരുന്നത് ഫയർ ക്രാക്കറിൻ്റെ റെഡാണ്. നമുക്കിപ്പോൾ റെഡ് മാത്രമേ സ്റ്റോക്കുള്ളൂ. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണ് ഫയർ ക്രാക്കർ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ചെറിയ മണികളിങ്ങനെ കെട്ടി തൂക്കിയതുപോലെ ഒരുപാട് പൂക്കൾ ഒരേ സമയം ഇങ്ങനെ താഴേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് സെയിലിനുള്ളത് ജെറുബറ പ്ലാന്റ്സ് ആണ്. ജെറുബറയുടെ 2 കളേഴ്സ് നമുക്കിപ്പോൾ സെയിലിനുണ്ട്. ആദ്യത്തേത് റെഡ്, രണ്ടാമത്തേത് യെല്ലോ. ഈ 2 കളറാണ് സെയിലിനുള്ളത്. അപ്പോൾ പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക ഈ ഒരു സൈസാണ് ഏകദേശം എല്ലാ പ്ലാന്റ്സും. അപ്പോൾ ഈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ്. കുറച്ച് കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള ഒരു പ്ലാന്റ് ആണ്. അഗ്ലോണിമ സിൽവർ കിങ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് കെയിൻ ബിഗോണിയാസ് ആണ്. ആദ്യത്തെ ഒരു വെറൈറ്റി ഇതാണ്. നല്ല ഭംഗിയാണ് ലീഫ് കാണാൻ. പിങ്കും അതുപോലെ ഒരു സിൽവർ കളറോടൊക്കെ ലീഫിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. രണ്ടാമത്തെ വെറൈറ്റി ഈ കാണുന്ന ഒരു വൈറ്റ് കളർ വരുന്ന കെയിൻ ബിഗോണിയ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ലൊരു കെയിൻ ബിഗോണിയാണ്. നല്ലൊരു ഡാർക്ക് റെഡ് കളറാണ് ലീഫിലും അതുപോലെ തണ്ടിലും ഒക്കെ വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. റെഡ് വിങ് ബട്ടർഫ്ലൈ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. നമ്മൾ സാധാരണ ഓക്സാലിസിനെ പോലെ അല്ലാതെ കുറച്ച് വ്യത്യാസമുള്ള ലീഫാണ്. ഇതിൻ്റെ ഗ്രീൻ കളർ നമുക്ക് മുൻപ് സെയിലിനുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്റ്റോക്കില്ല. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതുപോലെ എല്ലാ കമ്പുകളിലും നിറയെ പൂക്കളുമായിട്ട് ചെടി നിൽക്കും. അതുപോലെ ഒരു ഭാഗത്ത് നട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം മൊത്തം ഇതുപോലെ ഇങ്ങനെ പടർന്നു നിൽക്കും. ചെറിയൊരു സ്മെല്ലുള്ള നമ്മുടെ പിച്ചിപ്പൂവിൻ്റെ ഒക്കെ അതേ സ്മെല്ല് ഏകദേശം ഉള്ള ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം നിറച്ച് ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മൂൺലൈറ്റ് ഫൈക്കസ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഇങ്ങനെ നീളത്തിൽ ഇതളുകളായിട്ട് വരുന്ന പൂക്കളാണ്. ഈ ഒരു പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ പോലെ നിൽക്കുന്നതാണ് ഇതിൻ്റെ പൂക്കൾ. ഇതുപോലെ തന്നെ നിൽക്കുകയുള്ളൂ പൂക്കൾ. നല്ല സ്മെല്ലുള്ള പൂക്കളാണ്. ചൈനീസ് പെർഫ്യൂം എന്നുള്ള ആ ഒരു പേര് പോലെ തന്നെ നല്ല സുഗന്ധമുള്ള പൂക്കളാണ്. ഈ ഒരു പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ചൈന ഡോൾ പ്ലാന്റ് ആണ്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല പ്ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ ലീഫൊക്കെ നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയ ലീഫാണ്. അപ്പോൾ ഈ പ്ലാന്റിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. എനിക്കിതിൻ്റെ പേരറിയില്ല. നല്ല ഭംഗി. ഇതുപോലെ ഒരു വയലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് പോലെയാണ് ലീഫ് നിൽക്കുന്നത്. നല്ലൊരു ഗോൾഡൻ കളറാണ്. അപ്പോൾ ഈ ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിക്ക് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് സെയിലിനുള്ളത് ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ്. ഒരു മിനിയേച്ചർ ഡ്രസീനിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഹൈറ്റ് വെക്കാത്ത ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇനിയും വരുന്ന വീഡിയോസ് എല്ലാം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും സെയിൽ വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.